ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യൽ ഇഞ്ചി പച്ചടിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 1 കപ്പ് കട്ട തൈര്, 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 6 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 പിഞ്ച് ജീരകപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചി ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അധികം ഡാർക്ക് ആകാൻ പാടില്ല. നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാൻ തന്നെ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. പകുതി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 1 പിഞ്ച് ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് തൈര് ചേർക്കാൻ വേണ്ടി. ഇത് തണുത്തിട്ടേ തൈര് ചേർക്കാൻ പറ്റത്തുള്ളൂ. ചൂടോടുകൂടി തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കട്ട തൈര് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി അതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഓണം സ്പെഷ്യൽ ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഓണം റെസിപ്പി ആയിട്ട് കാണാം. ബൈ.